ഇന്ന് ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കി. അതാണ് ഇന്നത്തെ വിശേഷം. വേറെ കുറെ വിശേഷങ്ങളുണ്ട്. അപ്പൊ കപ്പ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. മിക്കപ്പോഴും നമുക്ക് വീടിന്റെ പുറത്തുണ്ട്, പിന്നെ അനിയന്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരും. അപ്പൊ കപ്പ വെട്ടി കഴുകി ഞാൻ വേവിച്ച് അതിൻ്റെ ഒപ്പം തന്നെ കാന്താരിയും ചെറിയുള്ളിയും ചതച്ചതും കൂടി ഇട്ട് തേങ്ങാപ്പാലിന്റെ 2ാം പാലും കൂടെ ഒഴിച്ച് ഉടച്ച് നമുക്ക് 5 മിനിറ്റ് വേവിക്കണം. ഇത് ഇപ്പൊ ലൂസായി തോന്നുമെങ്കിലും ഇത് ഉടഞ്ഞ് വെന്ത് വരുമ്പോ നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇതൊന്ന് 5 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ പാൽ ഒഴിക്കാം. ഇപ്പൊ നമ്മുടെ കപ്പ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ മറ്റൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് മൂപ്പിച്ച് അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ രുചികരമായ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ച്. വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. എരിവുള്ള മീൻകറി അതും കൂട്ടി കഴിക്കാൻ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ.